ശരിയാവില്ല. ഞങ്ങൾ എപ്പോഴും അടിപൊളി സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ ഞാനാണ് എനിക്ക് ഏറ്റവും അടക്കുന്നത്. അപ്പൊ പിന്നെ അവൻ എന്നെ കൺവിൻസ് ചെയ്യും. പിന്നെ എല്ലാ കാര്യത്തിലും ലിജോയ്ക്ക് ആ സ്ക്രിപ്റ്റിലുള്ള കോൺഫിഡൻസ് തന്നെ അവസാന റിസൾട്ടിൽ അൾട്ടിമേറ്റ്ലി എന്നെ സർപ്രൈസ് ചെയ്ത് തന്നെ ലിജോ പടം ഫിനിഷ് ചെയ്യുമ്പോൾ ആ കൊള്ളാടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഓരോ പോയിന്റും എടുത്ത് പറയും ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ആ ഡിസ്കഷൻസിലൊക്കെ. പക്ഷെ ഡിജോയിലുള്ള ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഒരു കോമൺ മാനായിട്ടുള്ള ഒരു കണക്ട്. സിനിമ എത്രത്തോളം സിമ്പിൾ ആയിരിക്കണം, ഹൗ ടു കണക്ട് ആൻഡ് ഈസിലി ആ സ്റ്റോറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളതിന്റെ ഒരു വളരെ വ്യക്തമായ ക്ലാരിറ്റി അവനുണ്ട്. പിന്നെ ഏത് ഹീറോനെ അല്ല, ഐ തിങ്ക് ഹി ഹാസ് എ നൈസ് നാക്ക് ടു നന്നായിട്ട് പ്രസന്റ് ചെയ്യാനും അവരുടെ ബെസ്റ്റ് എഫേർട്ട് പുറത്തു കൊണ്ടുവരും. അത് തന്നെ ഈ ടോബിയുടെ എഫേർട്ട് നാളെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ടോബിനെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇപ്പൊ നാളെ നിങ്ങൾ കാണുമ്പോൾ അളക്ക് എനിക്ക് തോന്നുന്നു ആ എഫേർട്ട് തന്നെ തളരാതെ ഇത്ര നാലാമത്തെ പടം ചെയ്യുന്നില്ലേ. അപ്പൊ അതിന് അത് ഫസ്റ്റ് സ്ക്രിപ്റ്റ് നറേഷൻ തൊട്ട് വഴക്കായിരുന്നു. പക്ഷെ അത് ഓരോ പോയിന്റിലും ഇംപ്രൂവ് ചെയ്ത് അടുത്ത വേർഷൻ വന്ന് ടോബിയെ ഡിസ്കസ് ചെയ്യും, പിന്നെ തിരിച്ചു വരും. ആൻഡ് ദെൻ ഐ തിങ്ക് ശ്രീജിത്തോട് ഞങ്ങൾ പറയുന്നു. ഇൻഫാക്ട് എഡിറ്റ് ലോക്ക് ചെയ്ത് പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഓരോ ചില ഡയറക്ടേഴ്സ് അത് ഒരു പടം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അത് അവരുടെ ഓൺ പ്രോപ്പർട്ടിയാണ്, പിന്നെ ഡിസ്കഷൻസ് ഒന്നും കാണില്ല. ഇതങ്ങനെയല്ല, പടം ഇട്ട് കാണിച്ചു, പടത്തിൽ വേറെ എന്തെങ്കിലും എനിക്ക് 1-2 പ്രിവ്യൂസ് ഒക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ടും ആ കറക്ഷൻസും ആ ഒരു എന്തൊക്കെ ചെയ്യാൻ പറ്റും മാക്സിമം എഫേർട്ട് ലാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ച സിനിമകൾ ഇതായിരുന്നു. ഇതിന് വേറെ സിനിമകളുണ്ടാകും. ഇതിനു വേണ്ടിയുള്ള സമയം എത്രമാത്രം ഒരു ദിവസം മാറ്റിവെക്കായിരുന്നു? അല്ല, ഞാൻ 3 months ആയിട്ട് ഡിജോയോടെ ഈ വേറെ ഒരു പടം ചെയ്തിട്ടില്ല. എനിക്ക് ഇനിയാണ് പണിയുള്ളത്. ജാൻ തൊട്ട് ഈ മാർച്ച് എൻഡ് വരെ ഫുൾ പള്ളിച്ചട്ടമ്പിലായിരുന്നു. ഏറ്റവും കൂടുതൽ അത് ഞങ്ങൾ ചെയ്ത ഏറ്റവും 3 പടത്തിന്റെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു സിനിമയാകുമ്പോൾ ഒരു കോമൺ മാനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ് അല്ല. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ ഒക്കെ കേൾക്കുന്നത്. അത് ചെറിയൊരു ഇപ്പം ക്യൂൺ സിനിമ എടുത്താലും ചെറിയണവനെ എടുത്താലും ഒരു ഓഡിയൻസിന് ഉണ്ടാകുന്ന ഒരു ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേക്ക് കൈയടിക്കുക എന്നുള്ളതൊരു മൊമെന്റ് ഉണ്ടല്ലോ, അത് ചെറിയൊരു പ്രോസസ് അല്ല. അപ്പൊ പള്ളിച്ചട്ടമ്പിയിൽ അങ്ങനത്തെ ഒരു മൊമെന്റ് അല്ലെങ്കിൽ താങ്കൾ പറയണം, അത് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നു പള്ളിച്ചട്ടമ്പി ഇപ്പൊ ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജോണറും ട്രൈ ഔട്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലും പലരോടും ചോദ്യങ്ങൾ ചോദിക്കുക, അതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അതേപോലെ എനിക്കും ഡിഫറെന്റ് ജോണേഴ്സ് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഫിലിമോഗ്രഫിയിൽ ഒരു പീരിയഡ് സിനിമ ഞാൻ സ്വപ്നം കണ്ടതാണ്. എനിക്ക് തോന്നുന്നു അത് സുരേഷ് ഏട്ടനിലൂടെ അത് സാക്ഷാത്കരിച്ച് പള്ളിച്ചട്ടമ്പിയിൽ എത്തി വന്നിരിക്കുമ്പോൾ ഇതിൽ ഈ പറഞ്ഞൊരു ചോദ്യങ്ങളോ അങ്ങനെയൊന്നും അല്ല, ഇതൊരു ടോട്ടലി ഡിഫറെന്റ് ഒരു സിനിമ. അങ്ങനെയൊന്നും വലിയ ഡിഫറൻസോ, കാലഘട്ടമാണല്ലോ 1950 കാലഘട്ടമാണ്. അതിലുള്ള ചെറിയ ചെറിയ മാസ് മൊമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ സാധിക്കും. കോമൺ മാനെ കണക്ട് ആവാന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്കും കണക്ട് ആയി സ്വാഭാവികമായിട്ടും പ്രേക്ഷകരായ നാളെ നിങ്ങൾ ആ വേൾഡുമായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കണക്ട് ആവും. അതാണ്. നമസ്കാരം സാർ. ഇപ്പം ഷിക്കാർക്ക് എഴുതിയ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അത് ഇപ്പൊ ഓരോ കാലഘട്ടം ഓരോ റെപ്രസെന്റേഷൻ ആണ്. ആളുകളുടെ ചിന്താഗതികൾ മാറും, അല്ലെങ്കിൽ ചെയ്യുന്ന വാക്കുകൾ മാറും, പറയുന്ന രാജ്യത്ത് ഇതെല്ലാം എൻ്റെ ഡിഫറെന്റ് ആണ്. അപ്പോൾ എത്രത്തോളം കെയർഫുൾ ആണ് ഒരു സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് സാർക്ക്? എങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കും പ്രേക്ഷകൻ സ്വീകരിക്കുക എന്നൊരു പ്രോസസ് ഉണ്ടല്ലോ, എത്രത്തോളം ഈ സിനിമയെ കുറിച്ചാണ് പൊതുവായിട്ട് ഓരോ വിഷയത്തിലും നമ്മൾ സമീപിക്കുന്നത് ആ വിഷയം എന്താണോ ആവശ്യപ്പെടുന്നത് അത്രത്തോളം ഒരു അവധാനതയോടെ അതിനെ സമീപിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് കുറച്ചുകൂടി കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുള്ള സ്ക്രിപ്റ്റാണിത്. കാരണം പ്രത്യേകിച്ച് ഇതൊരു ഒരു പീരീഡിനകത്തുണ്ട്, ഒരു രാഷ്ട്രീയ കാലാവസ്ഥ പോകുന്നുണ്ട്. പിന്നെ ഈ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന ഒരു 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 കഥാപാത്രം നമ്മൾ ശരിക്കും ഒരു ചട്ടമ്പിക്കഥയാണ് ആഗ്രഹിക്കുന്നത്. ശരിക്കും ഒരു മലയാളിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു ചട്ടമ്പിക്കഥ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ എങ്ങനെ വ്യത്യസ്തമാക്കാമെന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ ചരിത്രത്തിൽ ഈ പറഞ്ഞ പോലെ അധികം പരാമർശിക്കപ്പെടാതെ പോയിരിക്കുന്ന ഒരു കഥാപാത്രത്തെ നമ്മൾ കണ്ടെത്തുന്നത്. അതാണ്
പള്ളിച്ചട്ടമ്പി. അതെന്താണെന്നുള്ളത് നമ്മൾ സിനിമയിലൂടെ കൂടുതൽ വ്യക്തം. അപ്പോൾ ആ ഒരു കാലഘട്ടവും ഈ ചട്ടമ്പിയുടെ ജീവിതവും അതിനപ്പുറവും ഇപ്പുറവും നമ്മൾ പറഞ്ഞു വെക്കുന്ന കഥയും ഒക്കെ കൂടി ചേർത്ത് ഒരു വലിയ ക്യാൻവാസാണ്. ആ ക്യാൻവാസിനെ നമ്മളൊരു ഡോക്യുമെന്ററി പോലെ അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇപ്പം ടോബി പറഞ്ഞ പോലെ ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് അത്തരം ഒരു ശാഠ്യത്തിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെങ്കിൽ നമ്മൾ കാണുന്ന സാധാരണ പ്രേക്ഷകന് അത് ആ കാലഘട്ടമാണെന്ന് തന്നെ തോന്നണം. ആ നിലയ്ക്ക് ലാംഗ്വേജിലും ഒക്കെ അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തി തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് ഇതിനകത്ത് ഇപ്പോൾ ഈ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആദ്യം മുതൽ ടോബിയെ ആണ് ഇതിനകത്ത് കാണുന്നത്. ഞാനും ഡിജോയും സ്ക്രിപ്റ്റ് ചർച്ച ചെയ്ത ആദ്യഘട്ടം മുതൽ തന്നെ ടോബിയാണ് ഇതിനകത്തുള്ളത്. ഇത്രയും വർഷവും ടോബിയാണ് നിൽക്കുന്നത്. അപ്പോൾ ടോബി എങ്ങനെയാണ് ഈ ഒരു പള്ളിച്ചട്ടമ്പിയായിട്ട് മാറുന്നത് എന്നുള്ള ഒരു കൗതുകം എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും നമ്മൾ ആദ്യ ഷോട്ടിൽ ടോബിയെ കണ്ടതിന് ശേഷം ഞാൻ ടോബിയെ ഒന്ന് ഹഗ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം വെച്ചാൽ എന്താണോ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചത് അങ്ങനെ അതേ ഗ്രേസോട് കൂടി ടോബിയെ നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഞാൻ ഡിജോയ്ക്ക് വലിയ നന്ദി പറയുകയാണ്. കാരണം ടോബി ആ രീതിയിൽ മോൾഡ് ചെയ്തതിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് നമുക്ക് സിനിമയിൽ ടോബിയിൽ നിന്ന് കിട്ടുന്നത്. അത് ഇപ്പൊ തന്നെ നമുക്ക് വന്നിട്ടുള്ള ടീച്ചറുകളും അല്ലെങ്കിൽ സോങ്ങിലും കൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു കാലഘട്ടത്തെ നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു. അത് ഡിജോയിലേക്ക് എത്തി. അതിനുശേഷം അതിൻ്റെ മറ്റ് ഘടകങ്ങളിലേക്ക്, സംഗീതം ഉൾപ്പെടെയുള്ള ഘടകങ്ങളിലേക്ക് എത്തി. അതിൻ്റെ ഒരു വിജയം തന്നെയായിരിക്കും ഈ സിനിമ തരാൻ പോകുന്നതാണ് തോന്നുന്നത്. ടോയ് ബ്രോ, ഒരു അപ്ഡേഷൻ ചോദിക്കട്ടെ. അതായത് മലയാളികൾക്ക് ടോയിയുടെ ഫൈറ്റ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ഇനി 2026 അമൽ നീരന്റെ ഫ്രെയിമിൽ കാണാൻ അത് ഇരട്ടി മധുരാണ്. വലിയ രീതിയിലുള്ള കാസ്റ്റാണ് വരാണ്. ഷറഫുക്ക, ടൊവിനോ, നെസ്ലിനി, ശ്രീനാഥ് വാസി, ഇത് കുറെ അധികം താരങ്ങളുണ്ട്. ഈ എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട് അമൽ നീര പടത്തിൽ ഒരു ഫ്രെയിമിൽ വരാന്നുള്ളത് പറയണോ? അത് ഞാനിവിടെ ഇരുന്ന് പറയുന്നതാണോ, ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നതാണോ? ശരിക്കും എക്സൈറ്റിംഗ്, സത്യസന്ധമായിട്ട് പറയാം. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആയിരിക്കും. പക്ഷേ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കാതെ, സ്പോയിലർ അല്ലാത്ത രീതിയിൽ നമുക്ക് പറയാം. സന്തോഷം ഉണ്ടാവില്ല. എന്ത് പറഞ്ഞാലും സ്പോയിലർ അല്ലേ? അതായത് ആ സിനിമയുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ പുറത്തുവിടാത്ത എന്ത് കാര്യം ഞാൻ വന്നിരുന്നു പറഞ്ഞാലും സ്പോയിലർ അല്ലേ? അല്ലേ? അതെ അതെ അതെ. പക്ഷെ എന്റെ ഭയങ്കര ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അത് നിന്റെ ക്യൂരിയോസിറ്റി കൊണ്ട് ബാക്കിയുള്ള എല്ലാവരുടെയും സ്പോയിലർ ആക്കണം എന്ന് പറയുന്നത് എന്തൊരു സെൽഫിഷാണ്. ഞാൻ ആകരുത് കേട്ടോ ജീവിതത്തിൽ. കുറച്ചും കൂടെ ഒക്കെ മറ്റുള്ളവരും കൂടെ കൺസിഡർ ചെയ്ത് ജീവിക്കുമ്പോ. അതിന്റെ അപ്ഡേറ്റ് ഞാൻ തരാം. അതിന്റെ ഇന്റർവ്യൂ ഒക്കെ ഓൾറെഡി കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. അത് ഈ പറഞ്ഞ പോലെ മെയ് 14 റിലീസാണ്. അതെ, അല്ല അത് ഭയങ്കര രസമുള്ള പടമായിരിക്കും. ഭയങ്കര രസമായിരിക്കും. അതിനെപ്പറ്റി എനിക്ക് എന്താ അറിയണ്ടത് ചോദിച്ചോ. ആദ്യമായിട്ടാണ് വിനീസിന്റെ കൂടെ ഒക്കെ വരുന്നത്. പക്ഷെ എനിക്ക് കുറെ നാളായിട്ട് പരിചയമുള്ളതാണ് വിനീതന്റെ. ഞങ്ങൾ കുറെ നാളായിട്ട് ഫോണിലൂടെയും അല്ലാതെ നേരിട്ടും കാണുമ്പോൾ അത് കുഞ്ഞിരാമായണോ എന്നതിന്റെ മൊയ്തീൻ നടക്കുന്ന സമയത്ത്, ആ സമയത്ത് ആണ് ഞാൻ ആദ്യമായിട്ട് വിനീതന്റെ പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഇടയ്ക്ക് വിളിക്കും, നമ്മൾ സിനിമകൾ കണ്ടിട്ട് വിളിക്കും, അപ്രിഷിയേറ്റ് ചെയ്യും. ഇതേപോലെ തിരിച്ചും അങ്ങോട്ടും നമ്മൾ സിനിമകൾ കാണും. എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉള്ള ഒരാളാണ്. അപ്പൊ വിനീതന്റെ കൂടെ ആണെങ്കിലും ഷാനിക്ക ആണെങ്കിലും എനിക്ക് ഷാനിക്ക കാക്കനാട് താമസിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ കൂടെ ഞാൻ കുറച്ചു കാലത്ത് താമസിച്ചിരുന്നത് കാക്കനാട്. അപ്പൊ ഞങ്ങൾ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്ക് അടുത്തിടപഴകാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ട്. പിന്നെ ബേസിൽ ഓൾറെഡി ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ എല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവര് മാത്രമല്ല, ഇതിന്റെ റൈറ്റർ പോൾസൺ, അത് പോൾസനെ എനിക്ക് കുറെ നാളായിട്ട് അറിയാം. ബേസിൽ ഇതിന് മുമ്പ് ഒരു സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് പോൾസൺ ഉണ്ടായിരുന്നു, ആ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ അതിനുശേഷവും ഞങ്ങൾ എല്ലാവരും തമ്മിൽ വളരെ അടുപ്പമുണ്ടായിരുന്നു. ഇതിന്റെ സംവിധായകൻ അരുൺ അനിരുദ്ധൻ എന്ന് പറയുന്നത് മിന്നൽ മുരളിയുടെ റൈറ്റേഴ്സിൽ ഒരാളാണ്. ഇത് ഡെബ്യൂ ഡയറക്ഷനാണ്. പക്ഷെ ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ട്രെയിലറൊക്കെ കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുക. പിന്നെ ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഭൂരിഭാഗം പേര്, കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള അഷ്റംസയാണ്, മേക്കപ്പ് റോണക്സേട്ടനാണ്. ഇതിലൊക്കെ ഞാനിപ്പോ ഈ കഴിഞ്ഞൊരു 4-5 സിനിമകളിൽ ഞാൻ പോയപ്പോൾ ഇതിലൊക്കെ മേക്കപ്പ് റോണക്സേട്ടനായിരുന്നു. അതായത് എനിക്ക് എന്റെ ലുക്കിനെ പറ്റി ടെൻഷൻ ഇല്ലായിരുന്നു. പുള്ളി നോക്കിയപ്പോഴും പോലെയായിരുന്നു. അപ്പൊ ഇതുപോലെ പരിചയമുള്ള ആൾക്കാരാണ് അതിലുണ്ടായിരുന്നത് ഭൂരിഭാഗം പേരും. പിന്നെ ആരൊക്കെ ഞാൻ പേര് പറയാൻ വേണ്ടി ഇവരെല്ലാവരും കൂടി ഒരു ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അതിന്റെ ഷൂട്ട്.
അത് സിനിമയിലും പ്രതിഫലിക്കും തീർച്ചയായും. മലയാളികളെ ചിരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇറക്കുന്ന ഒരു ചിത്രമായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കാം. അതെ, ഞങ്ങള് ബാക്കിൽ വന്നിരുന്ന് ഇക്കളിയാക്കും. സിനിമ കണ്ടിട്ട് ആൾക്കാർ ചിരിക്കില്ല, നമ്മൾ ചെയ്യും. ഞാൻ ഉദ്ദേശിച്ച കോമഡി താങ്ക് യു കോമഡി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. താങ്ക് യു ഗൈസ് താങ്ക് യു